ഞാൻ എല്ലാ ദിവസവും സാറിന് കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് പോയിരിക്കും രാവിലെ. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യില്ല, വെറുതെ പോയിരിക്കും. അപ്പം ഇന്ന് ഞാൻ അവിടെ പോയിരുന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, എന്താ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലേ? ഞാനിങ്ങനെ പതിവില്ലാതൊരു ചോദ്യം ഉണ്ട് എന്ന് ആലോചിച്ചു. ഗിഫ്റ്റ് കിട്ടേണ്ട ദിവസമാണല്ലോ, കിട്ടാലോ, ഈ വർഷത്തെ കല്യാണമാണല്ലോ, സ്പെഷ്യലി കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഗിഫ്റ്റ് കിട്ടാലോ. അപ്പം ഞാനിങ്ങനെ അമ്മയുടെ ചോദ്യത്തിൽ തെറ്റില്ല. അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ ഗിഫ്റ്റിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത്. ഓക്കെ, കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. റീല് കാണുമ്പോൾ ആമസോൺ നോക്കുമ്പോൾ എന്ത് നോക്കിയാലും എനിക്കിങ്ങനെ പ്ലസ് ടോയ്സിൻ്റെ റീലായിരുന്നു വരുന്നത്, അല്ലെങ്കിൽ പ്ലസ് ടോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ആഗ്രഹം തോന്നി. എൻ്റെ ബോയ് ഫ്രണ്ട് എൻ്റെ ഫിയാൻസിനോട് പറഞ്ഞു, പ്ലസ് ടോയിലാണോ? പ്ലസ് ടോയും അതെന്താ? അപ്പം ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു, റെഫറൻസ് ഒക്കെ അയച്ചു കൊടുത്തു, ഇതാണ് പ്ലസ് ടോയ് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിനക്ക് എന്ത് തരം പ്ലസ് ടോയാണ് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, ക്യൂട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതോ മാളിലോ അങ്ങനെ എന്തോ പോയപ്പം അങ്ങനത്തെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറേ സംഭവം പ്ലസ് ടോയിന് ഇങ്ങനെ വീഡിയോ എടുത്ത് അയച്ചു തന്നു. ഒരുപാട് ക്യൂട്ട് ടോയ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം എന്നോട് ചോദിച്ചു, ഇതിലേതാണ് നിനക്ക് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കാണുന്നു, എൻ്റെ മുഖം ഓർമ്മ വരുമ്പോൾ എനിക്ക് ഏതാണ് വാങ്ങിക്കാൻ തോന്നുന്നത് അതങ്ങ് വാങ്ങിച്ചോളാം പറഞ്ഞു. അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ് നടത്തി ആലോചിച്ച് ഒരു പ്ലസ് ടോയ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എൻ്റെ പ്ലസ് ടോയ്സ് കോഴി. ഈ കോഴീനെയാണ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തിനാണ് എനിക്ക് കോഴിക്കുഞ്ഞിനെ തന്നത്? അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് നിന്റെ മുഖം കാണുമ്പോഴും നിന്നെ കാണുമ്പോഴും ഈ ഒരു കോഴിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പം ഞാൻ കോഴി അത് വിൽക്കലേ ഒരുപോലെ ഉണ്ടോ? ഫോട്ടോ അണ്ടർസ്റ്റാൻഡിങ് പോയി കണ്ട ഞാൻ. പക്ഷേ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിതൊരു കിളിയാണ് എന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. ബട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് കോഴി. അതിൽ പിന്നെ എനിക്കെന്തെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയും എനിക്കെന്ത് വേണമെന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ഇനി കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നാലും. അതാണ് എൻ്റെ കോഴി സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ.